എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഷോളി സുനിൽ. ഒരു നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ RCM എന്ന് പറഞ്ഞ നന്മ പരിചയത്തിലും ഓരോ രോഗികള് ഒന്നിലധികം രോഗികള് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു സിംഗിൾ സൊല്യൂഷൻ എനിക്ക് മനസ്സിലായത് RCM ആണ്. അത് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ജോലി ക്വിറ്റ് ചെയ്ത് RCM ഏറ്റെടുത്തു. ഇന്ന് RCMലൂടെ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിചാർജ് എന്ന് പറയുമ്പോൾ ചാർജിങ് അവർ ബോഡി വിത്ത് ന്യൂട്രീഷൻ. അതായത് പോഷകങ്ങളെ കൊണ്ട് നമ്മുടെ ബോഡി ന്യൂട്രി എന്ന് പറഞ്ഞ ന്യൂട്രീഷൻ പോഷകം. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? മൊബൈൽ ചാർജ് ചെയ്യുന്നത് എല്ലാവർക്കും അറിഞ്ഞൂടെ? നമ്മുടെ ബോഡി വീക്ക് ആവുമ്പോ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട്, വീക്ക് ആവുമ്പോഴല്ല, നമ്മുടെ ബോഡി മൊബൈൽ എങ്ങനെയാണ് ശരിക്കും ഓടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചാർജ് വേണം ഇല്ലേ? ചാർജ് ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയും ചാർജ് ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകും. ആ സ്വിച്ച് ഓഫ് ആവാതിരിക്കാൻ വേണ്ടി ചാർജ് ചെയ്യാണ്. എന്തുകൊണ്ടാ ചാർജ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ കൊണ്ട്, പോഷകങ്ങൾ കൊണ്ട്. അത് സ്ത്രീകൾക്കുള്ളതായതുകൊണ്ട് ന്യൂട്രി ചാർജ് വുമൺ എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകൾക്ക് ബോഡി ചാർജ് ചെയ്യാനുള്ള ഒരു പോഷകാഹാരമാണ് ന്യൂട്രി ചാർജ് വുമൺ. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത പോഷകങ്ങൾ, നമുക്ക് ബോഡി ചാർജ് ആവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? എന്താ വേണ്ടേ? നമ്മുടെ ബോഡി ചാർജ് ആവണമെങ്കിൽ എന്താ വേണ്ടേ? പോഷകങ്ങൾ വേണം. ആ പോഷകങ്ങൾ ഏതൊക്കെയാന്ന് നമുക്കറിയാം അല്ലെ? ഏതൊക്കെയാ പോഷകങ്ങള്? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3, വെള്ളം. ഈ 8 പോഷകങ്ങൾ കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അതില് കിട്ടുന്ന പോഷകങ്ങളാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും, കിട്ടാത്തതാണ് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3, വെള്ളം. ഇത് 6ഉം കിട്ടുന്നില്ല, പക്ഷെ 2 ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടാത്ത പോഷകങ്ങളെ നമ്മുടെ ബോഡിയിലേക്ക് ചാർജ് ചെയ്യാൻ, നമ്മുടെ ബോഡി ചാർജിങ്ങിൽ ഇരിക്കാൻ വേണ്ടി തരുന്നതാണ് ന്യൂട്രീഷൻ. അതില് വുമൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും പലരും, ഇതൊന്നും പണ്ട് കഴിക്കാറില്ലല്ലോ, ഇതൊന്നും ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലല്ലോ, എൻ്റെ അച്ഛനമ്മ ഇത് കഴിച്ചിട്ടല്ലല്ലോ ജീവിച്ചെന്നൊക്കെ പലരും ഈ ചോദ്യം കേട്ടില്ലേ? പക്ഷേ അവരോട് നമുക്ക് പറയാനുള്ളത്, ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ, നിങ്ങളൊരു 50 വർഷം മുമ്പ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അന്നത്തെ ശ്വാസം, അന്നത്തെ വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നതെങ്കിൽ, അന്നത്തെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ, അന്നത്തെ നല്ല ഭക്ഷണമാണ്, പറമ്പിലും പാടത്തും ഉള്ള ഭക്ഷണങ്ങൾ, തവിടുള്ള അരിയുടെ ഭക്ഷണം, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മൺപാത്രങ്ങളിലൊക്കെ പാചകം ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം, അതുപോലെ ഇന്ന് നമ്മളറിയാം നോൺ സ്റ്റിക്ക് പാത്രങ്ങള്, അതുപോലെ കുക്കറുകള്, ഗ്യാസ് സ്റ്റവ്, അങ്ങനെ ഒരുപാട്, പിന്നെ ചേരുന്നതും ചേരാത്തതും തമ്മിൽ ചേർത്ത് കൊണ്ട് നമ്മൾ പാചകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും അന്ന് ചെയ്തിട്ടില്ല. അന്ന് നല്ല ഭക്ഷണം നല്ല രീതിയിൽ പാചകം ചെയ്ത് നല്ല രീതിയിൽ കഴിച്ചിരുന്നു, നല്ല വായു ശ്വസിച്ചിരുന്നു, നല്ല വെള്ളം കുടിച്ചിരുന്നു. പച്ചക്കറികളൊന്നും പുറത്തു നിന്ന് അധികം വാങ്ങേണ്ടി തന്നെ വരാറില്ല. അഥവാ വാങ്ങിയാലും നല്ല സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഇന്നത്തെ മാതിരി ഇത്ര കീടനാശിനികളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഈ ഹൈബ്രിഡ് വിത്തുകളും രാസകീടനാശിനികളും രാസവളങ്ങളും കാരണമാണ് നമ്മുടെ ഭക്ഷണം കുറേയൊക്കെ മോശമായിരിക്കുന്നത്. പിന്നെ വായു മലിനീകരണം, പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് നല്ലപോലെ ആളുകൾ അധ്വാനിച്ചിരുന്നു, തവിടുള്ള അരിയുടെ ഭക്ഷണം കഴിച്ചിരുന്നു, നടന്നാണ് പല സ്ഥലങ്ങളിലേക്കും പോയിരുന്നത്, ബസ് കയറിയൊക്കെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ വീടിന്റെ മുമ്പിൽ നിന്ന് തന്നെ വണ്ടിയിൽ പോകും. അപ്പോൾ അന്നത്തെ ഇതേ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയായിരുന്നെങ്കിൽ, അതേ രീതി പിന്തുടരുകയായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഭക്ഷണത്തിലൂടെ ഇത് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് കിട്ടാത്തത് കൊണ്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷകങ്ങളുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ന്യൂട്രി ചാർജ് വുമൺ സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത്. സപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഒരു സപ്ലിമെന്റ് എക്സാം, സപ്ലിമെന്ററി എന്നൊക്കെ പറയും അല്ലെ? അത് എന്തിനാണ്? ആ പോയ വിഷയത്തിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. അതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആയി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ബോഡിയിലേക്കുള്ള പോഷകങ്ങളുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ന്യൂട്രി ചാർജ് വുമൺ. അടങ്ങിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? 13 വൈറ്റമിൻസ് ഉണ്ട്, 13 മിനറൽസ് ഉണ്ട്, പിന്നെ 13 ഫ്രൂട്ട് ബ്ലെൻഡുകൾ ഉണ്ട്, പിന്നെ 5 അമിനോ ആസിഡ് ഉണ്ട്, 6 ബൊട്ടാണിക്കൽസ് ഉണ്ട്. ഇത്രയും പോഷകങ്ങൾ, 50 പോഷകങ്ങൾ, ഒരു സ്ത്രീക്ക് വേണ്ട 50 പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോഷകാഹാരമാണ് ന്യൂട്രി ചാർജ് വുമൺ. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 പഴങ്ങളുടെ എക്സ്ട്രാക്ട്, 5 അമിനോ ആസിഡ്, 6 ബൊട്ടാണിക്കൽസ്.
ഇതില് പഴങ്ങളുടെ സത്ത് നമുക്കറിയാം. പിന്നെ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീന്റെ ചെറിയ രൂപമാണ് അമിനോ ആസിഡ്. അപ്പൊ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ശരിക്കും നമുക്ക് ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കാതെ നമുക്ക് ഔട്ട് സൈഡ് കിട്ടണം ഭക്ഷണത്തിലൂടെ. അതില് 5 എണ്ണം ഇതിനകത്തുണ്ട്. പിന്നെ 6 ബൊട്ടാണിക്കൽസ് ചെടികളുടെ സത്ത്, അതായത് ഗ്രീൻ ടീയുടെ, ഫ്ലാക്സീഡിന്റെ, അതുപോലെ തന്നെ ലൈക്കോപ്പിൻ, അങ്ങനെ ചെടികളുടെ സത്ത് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട് ബ്ലെൻഡ് ഏതൊക്കെ ഫ്രൂട്ട്സാ? കിവി, ചെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പൈനാപ്പിൾ, ആപ്രിക്കോട്ട്, മുന്തിരി, അവക്കാഡോ, നാനോ, മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞ 13ഓളം ഫൈറ്റോ ന്യൂട്രിയൻസ് ഉള്ള പഴങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഫൈറ്റോ ന്യൂട്രിയൻസിന് പലതരത്തിലുള്ള കളർ വരുമ്പോൾ പലതരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഇതാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമുക്ക് ഓരോ രോഗങ്ങളും ഉണ്ടാക്കി തരുന്നത്. ഇതിനെ ആന്റി ഓക്സിഡൻസ് വരുമ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുള്ള 13 ഫ്രൂട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ്. അപ്പൊ നമുക്ക് അകത്ത് നമ്മുടെ ഭക്ഷണം ദഹിച്ച് നമ്മളിപ്പോ ഒരു വിറക് കത്തിച്ച് ചാരം ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തിന്റെ മെറ്റബോളിസത്തിന്റെ ഒക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഫ്രീ റാഡിക്കൽസ് എല്ലാവരുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ അകത്തേക്ക് പോകുന്ന ടോക്സിൻസ് നമ്മൾ വായുവിലൂടെ ശ്വസിക്കുന്നതും വെള്ളത്തിലൂടെ കുടിക്കുന്നതും ഭക്ഷണത്തിലൂടെ അകത്ത് ചെല്ലുന്നൊക്കെ ടോക്സിൻസ് വഴിയും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഇതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് മെയിൻ ആയിട്ട് 13 ഫ്രൂട്ട് ബ്ലെൻഡ്, പിന്നെ അല്ലാതെ വൈറ്റമിൻസും മിനറൽസിലൊക്കെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ന്യൂട്രിചാർജ് വുമൺ ഷോർട്ട് ആയിട്ട് ഫില്ലിംഗ് ദ ഗ്യാപ്പ്. 50 വർഷം മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ച് അന്ന് കിട്ടിയിരുന്ന ഭക്ഷണങ്ങൾ ഇന്ന് കിട്ടാത്തത് കൊണ്ടും പോഷകങ്ങളുടെ ന്യൂനത ഇന്നുള്ളത് കൊണ്ടും ഓരോ 2 സ്ത്രീ എടുത്താൽ അതിലൊരു സ്ത്രീ അനീമിക് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ പ്രഗ്നൻസിയിലാണെങ്കിലും പീരീഡ് സമയത്താണെങ്കിലും ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് സ്ത്രീകളുടെ രോഗം കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് അല്ലെ. പീരീഡ് സമയത്ത് പ്രശ്നങ്ങളില്ലാത്തവരില്ല. ഫൈബ്രോയിഡ്സ് കൂടുതലാണ്, PCOD കൂടുതലാണ്, ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവുള്ളത്, അങ്ങനെ പല പ്രശ്നങ്ങൾ, എല്ല് തേയ്മാനം, ഇതൊക്കെ കൂടുതലാണ്. മുടി കൊഴിച്ചിലൊക്കെ കൂടുതലാണ് അല്ലെ. പണ്ടൊക്കെ ഇഷ്ടം പോലെ മുടിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾക്ക് മുടി കുറവാണ്. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും അല്ലെ, മുടി നോക്കി നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്തിന് എന്ന് പറഞ്ഞതിന്റെ ഉത്തരം. മൂന്നാമത്തത് എങ്ങനെയെന്ന് പറയുമ്പോൾ ന്യൂട്രിചാർജ് വുമൺ നമ്മള് ഭക്ഷണത്തിന്റെ കൂടെ, അതായത് നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. കാരണം ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം. ഈ 50 പോഷകങ്ങളും അലിയണ്ടേ, ശരീരത്തിലേക്ക് എത്തണ്ടേ, കോശങ്ങളിലേക്ക്. 30 ട്രില്യൺ കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ ഓരോ കോശങ്ങളിലേക്കും ഈ പോഷകങ്ങൾ എത്തിയാൽ മാത്രമാണ് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നതിന്റെ കാരണം വെള്ളം കുടിക്കാത്തതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എല്ലാവരോടും പറയാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടാൻ പറയാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ന്യൂട്രിചാർജ് വുമൺ ഒരെണ്ണം കഴിക്കുക. അതിന്റെ ഒപ്പം തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയാം. പകല് മുഴുവൻ പരമാവധി വെള്ളം കുടിക്കുക. അവരുടെ തൂക്കം അനുസരിച്ച് 20 കിലോയ്ക്ക് എത്ര ലിറ്റർ വെള്ളം? 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് അനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് അവരോട് പറയണം. പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് മുതലുള്ള ഏത് സ്ത്രീക്കും ഇത് കൊടുക്കാം, ഏത് രോഗാവസ്ഥയിലും കൊടുക്കാം. വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് മാത്രം പ്രത്യേകം പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാ എത്തിക്കുന്നത്? ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാ എത്തിക്കുന്നത് അല്ലെ. എല്ലാവർക്കും ആരോഗ്യം, നമുക്കും ആരോഗ്യം അല്ലെ. നമ്മുടെ ഈ നാട് മുഴുവൻ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു മിഷനാണ് നമ്മുടെ മനീഷ മാഡം കഴിഞ്ഞ ദിവസം വന്നപ്പോ നമ്മളോട് പറഞ്ഞത്. എന്താണ് മിഷൻ? 15 crore, 15 കോടി സ്ത്രീകളിലേക്ക് ഈ ന്യൂട്രിചാർജ് വുമൺ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ശരിക്കും അത് മനീഷ മാഡത്തിന്റെ ക്ലാസ് കിട്ടിയവർക്കൊക്കെ അത് മനസ്സിലുണ്ടായിരിക്കും അല്ലെ. എപ്പോഴും ഒരിക്കലൊരു സെയിൽ എന്നുള്ള രീതിയിലല്ല,
വരുന്നത്. അപ്പൊ ന്യൂട്രി ചാർജ് വുമൺ നമ്മൾ 15 കോടി സ്ത്രീകളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകത, ഓരോ 2 സ്ത്രീ എടുത്താലും ഒരു സ്ത്രീ അനീമിക് ആണ്, പ്രഗ്നൻസിയിലെ പ്രശ്നമാണ് കൂടുതലാണ്, കുട്ടികൾക്ക് വൈകല്യങ്ങളും അതുപോലെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡെലിവറീസ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ എന്ത് കിട്ടും എന്നുള്ളത് 10 ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ന്യൂട്രി ചാർജിന്. 10 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയാം. ചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കിട്ടുന്ന എന്ത് ഗുണാണ്? ഒന്നാമത്തെ ഗുണം എന്താ കിട്ടുക? ആരാ പറയണേ? HB ലെവൽ കൂടും. സാറിന് നല്ലൊരു ഗൈഡ് കൊടുക്കും. HB ലെവല് കൂടും. അപ്പൊ ഒന്നാമത്തെ ഇൻക്രീസ് ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് ന്യൂട്രി ചാർജ് വുമൺ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂട്രി ചാർജ് വുമൺ എങ്ങനെയാണ് ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതെ മാഡം പറഞ്ഞു. മാഡത്തിന് നല്ലൊരു ഗൈഡ് കൊടുക്കാം. ന്യൂട്രി ചാർജ് വുമണില് 21 മില്ലിഗ്രാം അയൺ ഉണ്ട്. 21 മില്ലിഗ്രാം അയൺ ഉണ്ടെന്ന് മാത്രമല്ല അത് ഏത് ഫോമിലുള്ള അയൺ ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞ ഫോമില് ഇത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ന്യൂട്രി ചാർജ് വുമണിന്റെ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ് ഇത്, ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്നുള്ളത്. ഇത് നമുക്ക് ഈ ഫോമിലുള്ള അയൺ ആയതുകൊണ്ട് തന്നെ 90% ഇത് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വേറെ കുറച്ച് ബൈൻഡിങ് മെറ്റീരിയൽസ് വേണം. എന്തൊക്കെയാണ്? വൈറ്റമിൻ സി വേണം, ഫോളേറ്റ് വേണം, അതുപോലെ വൈറ്റമിൻ B12 വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ്, കോപ്പർ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് അയൺ ഗുളികയാണെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ അബ്സോർബ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ സ്വാംശീകരിക്കുള്ളൂ. നമ്മൾ ഏത് സാധനം ഭക്ഷണമായാലും പോഷകമായാലും കഴിച്ചാൽ 3 പ്രോസസ്സ് നടക്കണം. ഡൈജഷൻ നടക്കണം, അബ്സോർപ്ഷൻ നടക്കണം, അസിമിലേഷൻ നടക്കണം. അതായത് ദഹനം നടക്കണം, ആഗിരണം നടക്കണം, സ്വാംശീകരണം നടക്കണം. ഇത് 3ഉം പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള സാധനം കിട്ടുള്ളൂ. ഇപ്പൊ ഒരു മുട്ട കഴിച്ചാൽ എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും? മുട്ട കഴിച്ചാൽ ഏകദേശം ഒരു 6 ഗ്രാം പ്രോട്ടീൻ കിട്ടും. പക്ഷേ നമ്മുടെ വയറ് നല്ലതാണെങ്കിൽ മാത്രം, അതായത് ഡൈജഷൻ നടക്കണം, അബ്സോർപ്ഷൻ നടക്കണം, അസിമിലേഷൻ നടന്നാൽ മാത്രമേ 6 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം മുട്ടയിലുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോന്ന് യാതൊരു ഉറപ്പില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാ നമ്മളിപ്പോ പല സാധനങ്ങൾ കഴിക്കും. ഞാൻ പോംഗ്രാനൈറ്റ് ഡെയിലി കഴിക്കുന്നുണ്ട് 2 എണ്ണം 3 എണ്ണം, അല്ലെങ്കിൽ ഞാൻ ദിവസം മുന്തിരി കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടാവും നിങ്ങളുടെ അടുത്ത്. പക്ഷേ നമ്മുടെ വയറ് പണ്ടത്തെ ആളുകളുടെ വയറല്ല ഇന്ന് എല്ലാവരുടെയും വയറിന്റെ താളം തെറ്റിയിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ അകത്തേക്ക് വിടുന്ന ജങ്ക് ഫുഡുകള്, നമുക്ക് ഇഷ്ടമുള്ള പല സാധനങ്ങളും വിടും. കൊക്കോകോള, മിറിൻഡ, സോഡ പോലത്തെ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ നമ്മൾ കഴിക്കുന്ന അലോപ്പതി മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ്. നല്ല ബാക്ടീരിയകളെ വെടിവെച്ചിടുന്ന സാധനമാണ് ആന്റിബയോട്ടിക്. മുന്നും പിന്നും നോക്കാതെ എല്ലാ നല്ല ബാക്ടീരിയകളെയും കൊല്ലും, ചീത്ത ബാക്ടീരിയനെയും കൊല്ലും. ഇതെല്ലാം നശിച്ചിരിക്കണം നമ്മുടെ വയറ്റിലേക്കാണ് നമ്മൾ പറയുന്നത് ഞാൻ 2 പോംഗ്രാനൈറ്റ് ഡെയിലി കഴിക്കും, ഞാൻ 2 ആപ്പിൾ ഡെയിലി കഴിക്കും, അല്ലെങ്കിൽ മുന്തിരി കഴിക്കും, എല്ലാ ദിവസവും ഞാൻ ചീര കഴിക്കും എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ നമ്മുടെ വയറിന്റെ അകത്ത് ഇതെല്ലാം ശരീരത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക്, ഇപ്പൊ നമ്മൾ ഒരാളുടെ കയ്യിൽ ഒരു സാധനം കൊടുത്തുവിട്ട് വേറെ ആൾക്ക് വേണ്ടിയാ കൊടുത്തുവിട്ടെ, പക്ഷെ അവിടെ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അന്വേഷിക്കണം അവിടെ എത്തിയോ കിട്ടിയോ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അകത്തേക്ക് ഇട്ടു എന്ന് മാത്രം പറയാം, അകത്തേക്ക് ഇടുന്നുണ്ട്, കോശങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഉന്മേഷമൊക്കെ കാണുമ്പോൾ, ഹീമോഗ്ലോബിൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇവിടെ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആണ്. 90% ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ അയൺ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ വേണ്ട മറ്റ് ബൈൻഡിങ് മെറ്റീരിയൽസ് ആയ വൈറ്റമിൻ സി, കോപ്പർ, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ന്യൂട്രി ചാർജ് വുമണിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അയൺ 21 മില്ലിഗ്രാം ഉറപ്പായിട്ടും കിട്ടും. അതിന്റെ 90% ഉറപ്പായിട്ടും കിട്ടും, യാതൊരു സംശയമില്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്ന അയൺ നമ്മൾക്ക് പലപ്പോഴും വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കോൺസ്റ്റിപ്പേഷൻ, ചിലർക്ക് മലബന്ധം ഉണ്ടാക്കും, ചിലർക്ക് വയറിങ്ങനെ വീർപ്പ്, എന്താ പറയുക, ബ്ലോട്ടിങ് എന്നൊക്കെ പറയും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ അയൺ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ഫോമാണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്. ഇപ്പൊ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് അയൺ പ്രഗ്നൻസിയിൽ കൊടുക്കേണ്ടത് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആണ്, മോസ്റ്റ് അബ്സോർബിൾ ഫോമിലുള്ള അയൺ എന്ന് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആണോ പ്രഗ്നൻസിയിൽ കൊടുക്കാറ്? അല്ല. എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റിതിനെയോ പറയുന്നതല്ല, നമ്മൾ ഏത് ന്യൂട്രീഷൻ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ പ്രത്യേകത എന്താ? അതിനൊന്നും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല.
സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല. 2, അത് നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന്, സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതല്ല, നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. 3-മത്തെ എന്താ, മോസ്റ്റ് അബ്സോർബിൾ ഫോം ആയിരിക്കും. മോസ്റ്റ് അബ്സോർബിൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ശരീരത്തിന് അത് ആഗിരണം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ശരീരത്തിന് പല സൈഡ് ഇഫക്റ്റ്, ബ്ലോട്ടിങ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ മോസ്റ്റ് അബ്സോർബിൾ ഫോമിലായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ഫെറസൾഫേറ്റ് 28% മാത്രമാണ് നമ്മുടെ ബോഡി ആഗിരണം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് സിന്തറ്റിക് ഫോമുകളല്ല, നാച്ചുറൽ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ വേണം എപ്പോഴും ഫുഡ് സപ്ലിമെന്റ്സിനെ വേണ്ടിയിട്ട് ആശ്രയിക്കാൻ. ഇപ്പൊ 2-മത്തെ പോയിന്റ്. അപ്പൊ 1-മത്തെ ഹീമോഗ്ലോബിൻ കൂടും, 3 മാസം കൊണ്ട് ഹീമോഗ്ലോബിൻ കൂടും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം കുടിക്കണം എന്ന് മാത്രം കാരണം നമുക്കിപ്പോ ഒരു റിപ്പോർട്ട് മനുഷ്യമ്മയുടെ ഒക്കെ അയച്ചതിനുണ്ട്, എല്ലാവരുടെയും ഗ്രൂപ്പുകളിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 മാസത്തിന് ശേഷം, അതായത് ഇന്ന് എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ അനീമിയ ആയിട്ടുള്ള കുറച്ച് സ്ത്രീകളുടെ, പല വയസ്സിലുള്ള പല പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തു. എല്ലാവരും 9-8 റേഞ്ച് ആയിരുന്നു. 3 മാസം, അതായത് 90 ഡേയ്സ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തപ്പോൾ എല്ലാവരുടെ ഹീമോഗ്ലോബിന് 2 ഗ്രാമിൽ മുകളിൽ കൂടിയിട്ടുണ്ട്, 11 മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പഠനമാണ്, നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഹൈദരാബാദ് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ്. അത് നമ്മുടെ ഇതിലുണ്ട്. എല്ലാവരും നിങ്ങളത് ആളുകളെ കാണിച്ചു കൊടുക്കാം. അത് കാണിച്ച ഒരു വിശ്വാസത അവർക്ക് വരും. 2-മത്തെ പോയിന്റ് എന്താണ്, ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ വരുന്ന പ്രോബ്ലംസിന്, പ്രഗ്നൻസിയിലെ പ്രോബ്ലംസിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ് പ്രഗ്നൻസിയിൽ വരുന്ന പ്രോബ്ലംസ്? പ്രഗ്നൻസിയിൽ വരുമ്പോൾ പലപ്പോഴും എല്ലാ പ്രഗ്നന്റ് ലേഡീസ് തന്നെ പറയാം, ഓൾമോസ്റ്റ് ഒരു 60-70% പ്രഗ്നന്റ് ലേഡീസിനും പ്രഗ്നൻസി അനീമിയ ഉണ്ടായിരിക്കും. ഹീമോഗ്ലോബിൻ എപ്പോഴും 11 താഴെ ആയിരിക്കും. അപ്പൊ എന്താ കുട്ടിക്ക് എന്താ ഉണ്ടാവുക? കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ്, അതായത് തൂക്കം കുറവായിരിക്കും. അതുപോലെ തന്നെ ചിലത് അബോർഷനായിട്ട് പോകും, പ്രഗ്നൻസി തന്നെ അബോർഷനായിട്ട് പോകും. അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെർവസിനെ, അതായത് സ്പൈനൽ കോഡിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അങ്ങനത്തെ പ്രോബ്ലംസ് വരെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ചിലർ പ്രീ ടേം ഡെലിവറി, നേരത്തെ ഡെലിവറി ആവും, സമയത്തിന് മുമ്പേ പ്രസവിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും കാരണമാവും പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ. പിന്നെ ഒന്നിലൊരു ഉഷാറുണ്ടാവില്ല, എനർജി ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്നത്. അമ്മയുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിലല്ലേ കുട്ടിക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ നമ്മുടെ ഇപ്പൊ പറയാ എന്താ, ബാങ്കിൽ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ATM വഴി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ബാങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ATM കാർഡ് കുറെ ഇട്ടിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ മാതിരി കുട്ടിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ബാങ്കിൽ ഉണ്ടാവണം. ആ ബാങ്കാണ് നമ്മുടെ ശരീരം. അപ്പൊ അത് നമ്മളെ എന്തായാലും നിലനിർത്താൻ. എത്ര പേർക്ക് ഹീമോഗ്ലോബിൻ കൂടിയിട്ടുണ്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട്? എത്ര പേർക്ക് കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ആർക്കെങ്കിലും കൂടിയിട്ടുണ്ട്? നമ്മൾ ഇത് കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കുണ്ട്. അപ്പൊ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കാൻ ന്യൂട്രിചാർജ് വുമണ്. അപ്പൊ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ്. പ്രഗ്നൻസിക്ക് വേണ്ടി നമുക്കൊരു ബുക്ക് തന്നെ നമ്മുടെ മനീഷ മാഡം വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബുക്ക് എല്ലാവരും വായിക്കുക. അതുപോലെ തന്നെ വായിച്ച് മറ്റുള്ളവരെ പ്രഗ്നൻസിയിൽ, ഇന്നലെ ഞാനൊരു പ്രഗ്നന്റ് ലേഡിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പോൾ. ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൊടുക്കുക, ബാക്കി വായിക്കാൻ പറഞ്ഞിട്ട്. മെയിൻ ഹെഡിങ്സ് ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക, ബാക്കി അവർ വായിച്ചോളും. അപ്പൊ അതൊന്ന്. മൂന്നാമത്തെ എന്താണ്, ഹീമോഗ്ലോബിൻ കൂടി ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്? PMS. അത് തന്നെ, PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രം, അല്ലെങ്കിൽ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇഷ്യൂസ്, പീരീഡ്സ് റിലേറ്റഡ് ഇഷ്യൂസ്, ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ന്യൂട്രിചാർജ് വുമൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അത് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ് വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന തലവേദന ചിലർക്ക് വരും, ചിലർക്ക് ഛർദി, ചിലർക്ക് വയറുവേദന, കൈകാൽ കഴുപ്പ്, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടാണ് വരിക. ചിലർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ പോലെയൊക്കെ ആയിരിക്കും വരിക. ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രംസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കണ്ടൻസ് ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒരു പ്രശ്നമാണ് നമുക്ക് പീരീഡ് സമയത്ത്, അല്ലെങ്കിൽ പീരീഡ്സ് നീണ്ടുപോകുക. ചിലർക്ക് 7 ദിവസം വരേണ്ട പീരീഡ്സ് 14 ദിവസമായാലും നിൽക്കില്ല. ചിലർക്ക് പീരീഡ്സ് വൈകി വരും, അതായത് ഇറഗുലർ പീരീഡ്സ് ലേറ്റ് ആയിട്ട് വരും. അത് PCOD ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ വൈകി വരുന്ന പീരീഡ്സ്. അതുപോലെ ചിലർക്ക് പീരീഡ്സ് വരുമ്പോൾ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അങ്ങനെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് ചിലർക്ക് ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. ഈ 4 പ്രശ്നങ്ങൾക്കും അതുപോലെ പ്രീമെൻസ്ട്രൽ സിൻഡ്രത്തിനും ഇല്ലായ്മ ചെയ്യാനുള്ള സ്റ്റാർ ഫ്ലവർ, അതുപോലെ ഈവനിങ് പ്രീംറോസ്, അതായത് 4 മണിപ്പൂവ്, നക്ഷത്രപ്പൂവ് എന്ന് പറഞ്ഞ, അതുപോലെ വൈറ്റമിൻ B6,
ഈ 3 ഘടകങ്ങളാണ് പീരീഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ ഇല്ലായ്മ ചെയ്യാൻ ന്യൂട്രിചാർജ് വുമണിലുള്ളത്. അപ്പൊ നമ്മളിത് ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ, അതിന്റെ പീരീഡ്സിന്റെ ബുക്ക് ഉണ്ട് നമുക്ക്, ഈ ബുക്കിൽ ഓരോ അവർക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ PMS-ന്റെ പേജാണ് ഇത്, അതുപോലെ ഇറഗുലർ പീരീഡിന്റെ പേജാണ്, ഹെവി ബ്ലഡ് ഫ്ലോയുടെ പേജാണ്. ഈ പേജുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് അവരോട് അത് മാത്രം പറഞ്ഞാൽ മതി, അത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ 3ാമത്തെ ഗുണം നമുക്ക് പീരീഡ് സംബന്ധമായ ഇഷ്യൂസ് മാറാനായിട്ട് സഹായിക്കും. നാലാമത്തെ എന്താണ്? ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട്. നമ്മുടെ സ്ത്രീകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഏറ്റവും കൂടുതലുള്ളത്? സ്ത്രീകളാണ്. അപ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്കാണ് കൂടുതൽ രോഗം വരുന്നത്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ രാജൻ സാർ എപ്പോഴും പറയാറുണ്ട്, ഹീമോഗ്ലോബിൻ കുറവ് തന്നെയാണ്. കാരണം ലോ എനർജി ആയിരിക്കും. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ എനർജി കുറവായിരിക്കും, ക്ഷീണം കൂടുതലായിരിക്കും. എനർജി കുറയുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് കൂടുതൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടോക്സിൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ കയറി കൂടാനും അവർക്ക് അസുഖം വരാനും എളുപ്പം സാധിക്കും. അപ്പോൾ എന്താ പറയുക, ബലമില്ലാത്ത ഇതിനകത്തല്ല ആളുകൾ ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്തടത്ത് ഓടി കയറുന്ന കള്ളന്മാര് കയറുന്ന പറഞ്ഞ മാതിരി തന്നെ എനർജി ഇല്ല, നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര പോഷകങ്ങളൊന്നും ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് വൈറസിന് വേണമെങ്കിലും ഇടിച്ചു കയറാം. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ പെട്ടെന്ന് രോഗങ്ങൾ വരും. അപ്പൊ സ്ത്രീകളാണ് കൂടുതൽ ആശുപത്രികളിൽ വരുന്നത്. അതിന്റെ കാരണം ലോ ഇമ്മ്യൂണിറ്റിയാണ് അവർക്ക്. അതിന് കാരണം അവരുടെ ശരീരത്തിൽ വേണ്ടത്ര പോഷകങ്ങൾ കൃത്യമായിട്ട് ഇല്ലാത്തത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുള്ള 50 പോഷകങ്ങളും RDA പറഞ്ഞ പ്രകാരം, നമ്മുടെ ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ ICMR പറഞ്ഞ പ്രകാരത്തിലുള്ള 50 പോഷകങ്ങൾ കൃത്യമായ അളവിൽ ദിവസവും കിട്ടി വരുമ്പോൾ ആ സ്ത്രീയുടെ രോഗപ്രതിരോധ ശേഷി കൂടും. ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ എന്തെങ്കിലും അസുഖം എരുത്തുകൂടെ പോയാലൊന്നും അവർക്ക് പെട്ടെന്ന് വരില്ല, അതിനെ സഹായിക്കും. 5ാമത്തതാണ് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ലോ എനർജി ലെവലും അവരുടെ വർക്ക് സ്ട്രെസ്, ഫാമിലിയിലുള്ള വർക്ക് സ്ട്രെസ്. കൂടുതൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരാണ് ഇന്ന്. പണ്ടത്തെ അപേക്ഷിച്ച് വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളും ജോലിക്ക് പോകുന്ന കാര്യങ്ങളും പിന്നെ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ, മക്കളുടെ, അച്ഛന്റെ, ഭർത്താവിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കണം. സ്വന്തം നോക്കാൻ, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ വരും. ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി, അവരുടെ ശരീരത്തിലുള്ള പോഷകങ്ങളും കൂടി കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പനി വരുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല വേദനിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവരോട് ഒന്നുകിൽ മിണ്ടില്ല, അല്ലെങ്കിൽ മിണ്ടുന്നതിന്റെ വോളിയം ഇത്തിരി ഹൈ ആയിരിക്കും അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ? നമുക്ക് വയ്യാണ്ട് വരുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. സമാധാനപരമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരാളൊരു കാര്യം പറയുന്നതും നമുക്ക് വയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തീരെ വേദനിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴോ ഒരേപോലെയല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മൂഡ് സ്വിങ്സും ഇറിറ്റബിലിറ്റിയും സ്ത്രീകൾക്ക് കൂടാൻ ഒന്ന് അവരുടെ സ്ട്രെസ്, ഈ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതും, അതേസമയം ശരീരത്തിൽ പോഷകങ്ങളുടെ കുറവും കൂടി വരുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആയി മാറുകയാണ്. പ്രത്യേകിച്ച് പീരീഡ്സിന്റെ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹോർമോണിന്റെ ചേഞ്ച് വരുമ്പോൾ ഒരു മൂഡ് സ്വിങ്സും ഇതൊക്കെ ഉണ്ടാവാൻ നോർമലി ഒരു സാധ്യതയുണ്ട്. അതിൽ കൂടെയാണ് ഇന്ന് പോഷകങ്ങളുടെ കുറവും കൂടെ. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോഷകങ്ങൾ കൊടുക്കുക, വെള്ളം കൊടുക്കുക. അപ്പൊ അവര് ഫുൾ എനർജറ്റിക് ആയിരിക്കും, എപ്പോഴും നല്ല എന്താ പറയുക ജിൽന്ന് നിൽക്കുകയും ചെയ്യും. അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരില്ല. കുറെ സ്ത്രീകള് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് ദേഷ്യം കുറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേരള റോസസിലാണ് അത് ഞാൻ കൂടുതലായിട്ട്. ഇവിടെ ആരെങ്കിലും കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ദേഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ? ആരുമില്ല ഇവിടെ. തലയാട്ടുന്നോ? നാണായിട്ടാണ് കൈവക്കാൻ. ഓക്കെ. അതുപോലെ എത്ര പേര് പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് ന്യൂട്രിചാർജ് വുമൺ കൊടുത്തിട്ട്? ഓക്കെ, കുറെ പേർക്കുണ്ട്. അപ്പൊ ഞാനും കുറെ പേർക്ക് കൊടുത്തിട്ട് എനിക്കും പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് 5 എണ്ണം കഴിഞ്ഞു. അടുത്തത് എന്താണ്? നമുക്ക് പീരീഡ് സമയത്ത് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ കിട്ടുന്ന അടുത്ത ബെനിഫിറ്റ് എന്താണ്? സ്റ്റാമിന ആൻഡ് എനർജി കൂടുന്നു. സ്റ്റാമിന ആൻഡ് എനർജി. ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് പണ്ടത്തെ അപേക്ഷിച്ച് എനർജി കൂടി എന്ന് പറയുന്ന എത്ര സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്? കുറെ പേരുണ്ട്. അപ്പൊ എല്ലാത്തിനും റിസൾട്ടുകൾ ഇവിടെ തന്നെയുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് പണ്ട് ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ എവിടെ യാത്ര പോയാലും എത്ര ദൂരെ വന്നാലും അല്ലെങ്കിൽ വൈകിട്ട് തിരിച്ചു ചെന്നാലും ഇതേ എനർജിയിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ രാത്രി എന്നിട്ട് ഒരു ക്ലാസ്സിൽ കിടന്ന് പറഞ്ഞാലും നമുക്ക് എനർജി കുറവൊന്നുമില്ല.
കാരണം എന്താണ്, നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഡേ അല്ലെങ്കിൽ കുറെ യാത്രയൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വരാറുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പിന്നെ ഒക്കെ ഓക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങൾ ബോഡിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സ്റ്റാമിന കുറയുന്നതും വയ്യായിക വരുന്നതും എനർജി കുറയുന്നതും ഒക്കെ. അതിന്റെ പ്രധാന കാരണം ഹീമോഗ്ലോബിൻ കുറവ് തന്നെയാണ്. അപ്പൊ അതിനെ പരിഹരിക്കാനുള്ള ഈ 50 പോഷകങ്ങളുള്ള ന്യൂട്രിചാർജ്, അതിൽ കുറെ വൈറ്റമിൻസ് ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാം കൂടി മെമ്മറിയിൽ നിൽക്കില്ല, നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് അത് പറയാത്തത്. അടുത്തത്, ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ഹെൽത്തി ഹെയർ, നല്ല നീളമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാകാനായിട്ട് ന്യൂട്രിചാർജ് വുമണിലെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ബയോട്ടിൻ അതിനകത്തുണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട് അതിനകത്ത്, പിന്നെ സിങ്ക് പോലത്തെ മിനറൽസ് ഉണ്ട്, പിന്നെ അയൺ വളരെ പ്രധാനപ്പെട്ടതാണ് മുടിയുടെ ആരോഗ്യത്തിന്. പിന്നെ വെള്ളം കൂടി കുടിച്ചാലാണ് മുടി ആരോഗ്യത്തോടുകൂടി നിൽക്കുള്ളൂ. അപ്പോൾ നല്ല നീളമുള്ള മുടി ഉണ്ടാകാനും അതുപോലെ ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനും നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലെ പോഷകങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് 8ാമത്തെ എന്താണ്? സോഫ്റ്റ് ആൻഡ് സപ്പിൾ സ്കിൻ. നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ സപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചുകുട്ടികളുടെ സ്കിന്നില്ലേ, ഇങ്ങനെ കവളൊക്കെ തൊടുമ്പോൾ അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ അങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെ തൊടുന്ന പോലെ ആവാനായിട്ടായിരിക്കും. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ വരാനും അതുപോലെ പ്രീമേച്വർ ഏജിങ്ങിനെ തടയാൻ. പ്രീമേച്വർ ഏജിങ് എന്ന് വെച്ചാൽ നേരത്തെ പ്രായമാകുന്നതിനെ തടയാനായിട്ട് അതിന് ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. അത് ന്യൂട്രിചാർജ് വുമൺ സഹായിക്കും. കാരണം ചില ആളുകൾ 30 വയസ്സുള്ളവരെ 40 വയസ്സ് പോലെ തോന്നും, അല്ലെങ്കിൽ 45 വയസ്സൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവർ കുറച്ച് നാൾ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു കഴിഞ്ഞാൽ അവർ 45 42 40 അങ്ങനെ പതുക്കെ പുറകോട്ടേക്കായിരിക്കും പിന്നെ വയസ്സ് പോവുക. ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ, പണ്ട് കണ്ടവര് കാണുമ്പോൾ എന്തൊരു വ്യത്യാസമാണെന്ന് പറയും. ഇന്നലെ എന്നോട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നൈബറിന്റെ വീട്ടിലെ ആ കുട്ടി നീറ്റ് പഠിക്കാനായിട്ട് എറണാകുളത്തായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, അയ്യോ ഷോൺ ചേച്ചിനെ കാണാൻ എന്തൊരു മാറ്റം, ഭയങ്കരമായിട്ട് സുന്ദരിയായി, മുഖമൊക്കെ നല്ല നിറം വെച്ചു, നല്ല ഭംഗി വെച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂട്രിചാർജ് കഴിക്കുന്നുണ്ട്, കീസോളുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് ഭയങ്കര അതിശയം പോലെ. അപ്പൊ നമ്മളെല്ലാവരും, നിങ്ങളൊക്കെ അങ്ങനെ പറയണ്ട, എത്ര പേരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാറ്റം വന്നു? കുറെ പേര് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ മാറ്റം വരാത്തവര് വിഷമിക്കേണ്ട, മാറ്റം വരും. കുറച്ച് തുടർന്നുകൊണ്ടേ ഇരിക്കുക, വെള്ളം കുടിക്കണം. പിന്നെ പുറത്ത് കുറച്ച് കീസോളൊക്കെ ഉപയോഗിക്കണം കേട്ടാ. അകത്ത് ന്യൂട്രിചാർജും പുറത്ത് കീസോളും. പിന്നെ നമ്മുടെ RCMന്റെ പ്രോഗ്രാമുകൾ നമ്മളെ ശരിക്കും ഹാപ്പിയാക്കും. നമ്മളുടെ പുറമേ വരുന്ന മാറ്റത്തിന് അതും ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ സ്കിന്ന് സോഫ്റ്റ് ആവാനായിട്ട്, നല്ല സ്കിന്ന്, ചിലരുടെ ഈ റിങ്കിൾസ് ചുളിവുകളൊക്കെ വന്നിട്ടുള്ള സ്കിന്നൊക്കെ ഇല്ലേ, അതൊക്കെ മാറാം. അതിനകത്ത് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ആന്റി ഏജിങ് ആണ്. അതുപോലെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാനായിട്ട് ബ്ലൂബെറി ഉണ്ട്. അപ്പൊ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ്, നെയിൽസ് പൊട്ടിപ്പോകും ചിലർക്ക് ഒടിഞ്ഞു പോകും. എന്താ പറയാ, നഖത്തിന് യാതൊരു ആരോഗ്യം ഉണ്ടാവില്ല. അതിപ്പോ നമ്മുടെ ടൂൾസിൽ കൊടുത്തിട്ടുണ്ട്. നഖങ്ങളുടെ ആരോഗ്യം നോക്കിക്കൊണ്ട്, നഖങ്ങളുടെ നിറവും ആകൃതിയും നോക്കി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള നഖങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ, വെളുത്ത് ഇരിക്കുന്ന പിങ്കിഷ് അല്ലാതെ ഇരിക്കുന്ന നഖം, അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ എന്നോടൊരു എൻ്റെ ചേട്ടത്തി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ എനിക്ക് നഖം വെട്ടേണ്ടി വന്നിട്ടില്ല എന്ന്. നഖം കൈകൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം ഇപ്പൊ നഖം നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് വെട്ടുകയാണെന്ന്. അപ്പൊ നഖത്തിന് ബലം വന്നു എന്നർത്ഥം. അതിന് എന്താ കാരണം? ഇതിനകത്തുള്ള അയൺ, അതുപോലെ കാൽസ്യം, മറ്റ് വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് ഒക്കെ ഇതിനെ സഹായിക്കും. അപ്പൊ നഖത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, എല്ലിന്റെ, നമുക്ക് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ് കിട്ടാനായിട്ട്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ സഹായിക്കുന്നു. എങ്ങനെയാണ് അത് സഹായിക്കുന്നത്? എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്താ ഉള്ളത്? മിൽക്ക് കാൽസ്യം. നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലെ മിൽക്ക് കാൽസ്യം 200 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ നല്ല നാടൻ പശുവിന്റെ പാലിൽ നിന്ന്, പുല്ലും വൈക്കോലും തിന്നിട്ടുള്ള നാടൻ പശുവിന്റെ പാല്, മറ്റേ കാലിത്തീറ്റ കൊടുത്തിട്ടുള്ളതല്ല. ഇങ്ങനെയുള്ള നാടൻ പശുവിന്റെ പാലിൽ നിന്ന് 1 ഗ്ലാസ് പാല് കുടിച്ചാൽ 200 മില്ലിഗ്രാം മിൽക്ക് കാൽസ്യം കിട്ടും. ആ മിൽക്ക് കാൽസ്യം നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുണ്ട്.
അപ്പൊ മിൽക്ക് കാൽസ്യത്തിന്റെ പ്രത്യേകത എന്താ? നമുക്ക് കാൽസ്യം ഗുളിക, പലരോടും ന്യൂട്രിചാർജ് വുമൺ പറയുമ്പോൾ അവർ പറയും ഞാൻ കാൽസ്യം ഗുളിക കഴിക്കുന്നുണ്ടെന്ന്. ഇതേപോലെ തന്നെ അയൺ പറഞ്ഞ അതേപോലെ തന്നെ മിൽക്ക് കാൽസ്യം, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന കാൽസ്യം, അതായത് ഫാർമസ്യൂട്ടിക്കൽ ഫോംസിൽ കിട്ടുന്ന കാൽസ്യം സപ്ലിമെന്റ് എല്ലാം കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഇന്നലെ കനകമ്മ മേഡത്തിന്റെ ക്ലാസ് കേട്ടവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനകത്ത് ചുണ്ണാമ്പിൽ നിന്ന് എടുക്കുന്നതാണെന്ന്, പ്രത്യേകം ചുണ്ണാമ്പ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കാൽസ്യം ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആഗിരണം ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല കുറെ നമ്മുടെ ശരീരത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ഇതെന്ന് പറഞ്ഞാൽ മിൽക്ക് കാൽസ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അബ്സോർബിൾ, നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന കാൽസ്യമാണ് മിൽക്ക് കാൽസ്യം. അത് 200 മില്ലിഗ്രാം. നല്ലത് കുറച്ച് കിട്ടിയാൽ അതല്ല ഏറ്റവും നല്ലത്. അത് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിലുണ്ട്. അപ്പൊ എന്താ വ്യത്യാസം വരിക? ചെറിയ ചെറിയ ഉപ്പൂറ്റി വേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന, കൈകാൽ കഴപ്പ് എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങളും നമുക്ക് ഇതുകൊണ്ട് തന്നെ മാറും. എൻ്റെ ഉപ്പൂറ്റി വേദന മാറിയതും അതുപോലെ നടുവേദന മാറിയതും ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചതിന് ശേഷം. എത്ര പേർക്ക് കാലിൻ എല്ല് പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്? ഓക്കെ, നല്ലൊരു കൈയടി ന്യൂട്രിചാർജ് വുമണ് വീണ്ടും. അപ്പോൾ ഇതാണ് 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ PMSന്റെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി, PCOD അതുപോലെ ഫൈബ്രോയിഡ് ഇന്ന് കോമൺ ആണ്. 4 കുട്ടികൾ എടുത്താൽ അതിലൊരാൾക്ക് PCOD കോമൺ ആണ്. അതുപോലെ ഫൈബ്രോയിഡ് ഒരു 4 സ്ത്രീകളെ, ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എടുത്താൽ അതിലൊരാൾക്ക് ഗർഭപാത്രം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കളയാൻ പോവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നമ്മുടെ സ്റ്റാർ ഫ്ലവറും അതുപോലെ ഈവനിങ് പ്രൈമറോസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് വെള്ളത്തിലിരിക്കുക, കുറച്ച് കാര്യങ്ങളും കൂടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൂടി വരുത്തി കഴിഞ്ഞാൽ നമ്മൾ സാറൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ട് നല്ല ഫാന്റാസ്റ്റിക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓവറോൾ, ഒരു സ്ത്രീയുടെ ഓവറോൾ ആരോഗ്യത്തിന് ഒരു 60 തൊട്ട് 70% പ്രശ്നങ്ങൾ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറഞ്ഞ ഒരു മിറക്കിൾ ടാബ്ലറ്റ് കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ അതിനെ നമ്മളെ പോലെയുള്ള സ്ത്രീകളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കണം. എത്തിക്കണ്ടേ? അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, നമ്മൾ അതിനെ ഏറ്റെടുക്കണം. ഇത് കൂടാതെ എന്തെങ്കിലും ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് ആർക്കെങ്കിലും ഇതും അല്ലാത്തൊരു റിസൾട്ട് കിട്ടിയതായിട്ടുണ്ടോ? ആർക്കെങ്കിലും ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട്? ആ മേഡം എന്തായിരുന്നു പറയും? തൈറോയിഡ് റിലേറ്റഡ് നോർമലായി 18.8 ആയിരുന്നു. പിന്നെ അത് 40 ദിവസം കഴിച്ചപ്പോഴേക്ക് തന്നെ അത് 8 ആയി. പിന്നെ ഇതുവരെ നോർമലാണ്. ഹീമോഗ്ലോബിനും കൂടി. അപ്പൊ നല്ലൊരു റിസൾട്ട്. ഓൾറെഡി തൈറോയിഡിന് നമുക്കറിയാം, അത് ഇതിനകത്ത് 10 പോയിന്റിൽ വരാത്തോണ്ടാണ് ഞാനും അത് വിട്ടുപോയത്. അപ്പൊ മാഡത്തിന് ഒരു നന്ദി, അത് ഓർമ്മിപ്പിച്ചേന്. തൈറോയിഡ് 18ൽ നിന്നും 8ലേക്ക് വന്നു, TSH. അപ്പൊ അതിന് കാരണം എന്താണ്? ഇതിനകത്തുള്ള ആന്റി ഓക്സിഡന്റുകൾ. തൈറോയിഡ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, ഒരു മെറ്റബോളിക് സിൻഡ്രം ആണ്. അപ്പൊ നമ്മുടെ ഇതിനെല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ ഡൈജഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവുകയും ചെയ്യുന്നു. അതുപോലെ ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഫൈറ്റോ ന്യൂട്രിയൻസ്, ഈ ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലാതെയാക്കാൻ. അങ്ങനെയാണ് തൈറോയിഡിന് നമുക്ക് ബെറ്റർ റിസൾട്ടുകൾ കിട്ടുന്നത്. വളരെ റിസൾട്ടാണ്. omega-3 കൂടെ അതിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും എല്ലാ സ്ത്രീകളും സുന്ദരിയായി വരാനായിട്ട് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുക. നമ്മൾ കീസോളിന്റെ പാക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു ന്യൂട്രിചാർജ് വുമണും കൂടെ കൊടുക്കുക. അവരോട് പറയാ കീസോള് പുറത്തേക്കാണ് പറ്റുള്ളൂ, പക്ഷെ അകത്തുനിന്ന് ഭംഗി വരണമെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ കഴിക്കണം എന്ന് പറയാ. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈജീൻ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പീരീഡ് സംബന്ധമായ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ 80 മുതൽ 180 മില്ലി വരെ ബ്ലഡ് ആണ് ഒരു മാസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നത്. പക്ഷേ അവരോട് ചോദിക്കണം, അതിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ നിങ്ങൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ആരും പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും സമ്മതിക്കും അത് വേഗം. അപ്പൊ അവരോട് ചോദിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദിവസം എത്ര അയൺ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പൊ അവര് അറിയില്ല എന്നായിരിക്കും ചിലർ പറയാ. ഇനി അഥവാ അറിയുന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ടേബിൾ എടുത്ത് കാണിക്കാം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ഈ ടേബിള്, ഇതിനകത്തുണ്ട് ഒരു സ്ത്രീക്ക് 29 മില്ലിഗ്രാം അയൺ ആവറേജ് ആണ്. പല ഏജ് ഗ്രൂപ്പിൽ 28 തൊട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ 28, 30, 33 ഒക്കെ വേണം. പക്ഷെ ഒരു 29 മില്ലിഗ്രാം അയണെങ്കിലും ഒരു ദിവസം മിനിമം വേണം എന്നാ പറയണേ. നമ്മുടെ ഇതിനകത്ത് 21 മില്ലിഗ്രാം അയൺ ഉണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് അതിൽ നിന്ന് കറക്റ്റഡ് ആവും. അപ്പൊ ഈ ഒരു ടേബിൾ കാണിക്കുക, ഇത്രയും അയൺ കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു 6ാമത്തെ പേജ് ഉണ്ട്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 29 മില്ലിഗ്രാം അയൺ കിട്ടണമെങ്കിൽ എന്തൊക്കെ കഴിക്കണം? ഒന്നുകിൽ 1 കിലോ ചീര കഴിക്കണം, അല്ലെങ്കിൽ 3 കിലോ ബീട്രൂട്ട് കഴിക്കണം, അതല്ലെങ്കിൽ ഒരു 800 ഗ്രാം കടല കഴിക്കണം, അതുമല്ലെങ്കിൽ ഒരു 1.5 കിലോ കിനോവ കഴിക്കണം. ഇതിലേതെങ്കിലും നിങ്ങൾ കഴിക്കാറുണ്ടോ? അഥവാ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ സാധിക്കുമോ?
ഇത് കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും സാധിക്കില്ല എന്ന്. അപ്പൊ അതിനുള്ളൊരു ഏറ്റവും എളുപ്പ വഴിയാണ് സപ്ലിമെന്റേഷൻ. ആ സപ്ലിമെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ന്യൂട്രിചാർജ് വുമണിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂട്രിചാർജ് വുമൺ നമ്മൾ ഓരോരുത്തരിലേക്ക് എത്തിക്കുക. എന്തായാലും എല്ലാവരോടും ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ തിരിച്ചു വിളിക്കും. അന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് വേണമെന്ന്